ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? ഞാനിന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങി നോക്കുന്നത് എന്താ അറിയോ, ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ നല്ല മഴയായിനെ. ഇപ്പം ഇന്നത്തെ അവസ്ഥ എന്താ, ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കിയതാണ്. ഇവിടെ ഇങ്ങനെ ദിവസം ദിവസം ഓരോ കാലാവസ്ഥയാണ്. ഇന്നലെ മഴ, മെനയാന്ന് തണുപ്പ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. മഴയത്ത് ഫുള്ള് മരത്തിൻ്റെ ഇല മൊത്തം നിലത്ത് വീണിട്ട് താഴത്തക്കാൻ മൊത്തം അടിച്ചു വാരി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുറ്റത്തും നമുക്കും ഉണ്ടൊരു മുറ്റം. ഇതാട്ടോ നമ്മളെ മുറ്റം. ഈ മുറ്റത്തും ഉണ്ട്, കണ്ടില്ലേ, ഇലകൾ വീണ് കിടക്കുന്നുണ്ടേ. ഇതെൻ്റെ ഗാർഡനാട്ടോ. ഞാൻ ഇതിൽ ഉള്ളിയൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഫ്രൈഡ് റൈസും പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുറിച്ചെടുക്കാമല്ലോ. ഇത് പിന്നെ എന്തോ നിൻ്റെ വിത്ത് വീണ് ഉണ്ടാവുകയാണ്. ഉണ്ടാവട്ടെ, എന്നിട്ട് നോക്കാമല്ലോ അതെന്താണെന്ന്. ഇത് ഞാൻ മല്ലിയില കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വേരുള്ള ഭാഗം ഇങ്ങനെ കുഴിച്ച് വെച്ചാണ്. അപ്പോൾ ഇപ്പോൾ അതിലൊരു കായൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ കറിവേപ്പിലൻ്റെ അവസ്ഥയാണ് ശോകം. ഒരില പോലും അതിൽ നിന്ന് വരുന്നില്ല, ഫുള്ള് നാശമായിപ്പോയി. ഇതെന്താ അറിയോ, ഇത് നമ്മളെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സീതാഫലില്ലേ, സീതപ്പഴം, അതാണേ. നമ്മളെ നാട്ടിലൊക്കെ ആത്തച്ചക്ക എന്ന് പറയും. ഇത് പക്ഷേ ആത്തച്ചക്കയല്ല, അത് സീതപ്പഴം തന്നെയാണ്. നിറയെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ്. നമ്മളെ മുറ്റവും ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഞാൻ ചൂലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മൾ അടിച്ചു വാരി അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് അവിടുന്ന് മൊത്തം ഇവിടെ ഈ മുറ്റത്ത് തന്നെ അപ്പുറത്ത്, ഈ മതിലിൻ്റെ അപ്പുറത്ത് വലിയൊരു വേപ്പിൻ്റെ മരമുണ്ട്. ആ മരത്തിൻ്റെ ഈ ഇല മൊത്തം ഇങ്ങോട്ടാണ് വീഴുന്നത്. അപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ ഇപ്പം തന്നെ വീണ് മൊത്തം നാശമാവും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരേ. ഞങ്ങളെ താഴത്തെ വീട്ടിലെ അക്കാൻ്റെ പെറ്റാണ് ആൾ. ഇതാണ് ഭൈരവ. ഭൈരവ, ഇവൻ്റെ പേര് ഭൈരവൻ എന്നാട്ടോ. പക്ഷെ ഞാനിങ്ങനെ അടുത്തേക്കൊന്നും പോവില്ല, എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ ദൂരത്തുനിന്ന് എന്തെങ്കിലും ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. നമ്മളെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അബിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതല്ലേ, നമ്മളെയൊക്കെ കാക്കുന്നത് ഇവനാട്ടോ. രാത്രി പേടിയില്ലാണ്ട് കിടന്നുറങ്ങാൻ ഇവനുള്ളതുകൊണ്ടാണ് പറ്റുന്നത്. രാവിലത്തെ ഈ ഇരുത്തവും പ്രകൃതി ആസ്വാദനവും ഭൈരവനെയുമായിട്ടുള്ള നോക്കിയിരുത്തവും ഒക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോകട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ടേ. ഇപ്പം തന്നെ സമയം കുറേ വൈകിട്ടോ. ഈ കൗണ്ടർ ടോപ്പ് കണ്ട് ആരും പേടിക്കണ്ടേ, ഇത് നല്ല മറ്റേ ഗ്രാനൈറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മണ്ടക്ക് ഞങ്ങൾ ഓണറെ കുൽസിതമാണ് ഈ പെയിൻ്റ് അടിച്ച് വെച്ചത്. എന്നിട്ട് ഞാനിങ്ങനെ കഴുകുന്ന സമയത്ത് ബ്രഷൊക്കെ ഇട്ട് ഉരയ്ക്കുന്ന സമയത്ത് അതൊക്കെ പൊളിഞ്ഞു പോവുകയാണേ. അപ്പം ഇനിയും കഥ പറഞ്ഞ് സമയം വൈകണ്ട, നമുക്ക് പെട്ടെന്ന് ഞം അടിക്കണ്ടേ, അതിന് പെട്ടെന്ന് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. കുക്കർ ഞാനിവിടെ അടുത്ത് വെച്ച് ഞാനിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഒരു ദാൽ തടുക്ക എന്നൊക്കെ പറയാം, അതുപോലെയുള്ളൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് കഴിയുന്ന ഒരു ഈസി കറിയാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തരം പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ്, പിന്നെ ഒന്ന് നമ്മൾ ചെറുപയർ പരിപ്പ്. രണ്ടും കൂടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളവും പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവുന്ന വരെ ഒന്ന് വിസിലടിച്ചിട്ട് 2-3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ടാണ് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കേട്ടോ. ഈ വേവുന്ന സമയത്ത് അതിലൊന്ന് പൊടികളൊന്നും ഇടൂലേ, പിന്നെ ലാസ്റ്റാണ് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും പിന്നെ ഒരു മുട്ടൻ ക്യാരറ്റും ഒരു കുഞ്ഞി ക്യാരറ്റും കുറച്ച് ബീൻസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ ക്യാരറ്റിന് വല്ലാത്ത ബലമാണ്, ബലം പിടുത്തായിരുന്നു. ഈ കത്തിക്കാണെങ്കിൽ മൂർച്ചയും കുറവാണെന്ന് തോന്നുന്നു. ഇത് മുറിക്കാനേ പറ്റുന്നുണ്ടായില്ല. ഈ കത്തി മൂർച്ചയാക്കുന്ന ഈ സാധനമല്ലേ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ നമ്മളെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിൽ മൂർച്ച ആവുമോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ അല്ലേ. പക്ഷേ ആവും കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കത്തി പെട്ടെന്ന് ഇതിൽ മൂർച്ചയാവും. ഞാനിത് ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കേട്ടോ. എന്തോ 80-90 രൂപ അങ്ങനെ എന്താണ്ടായുള്ളൂ. ഓൺലൈനിൽ ഇതിന് 150 രൂപ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ.
ഇവിടെ ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിനെക്കാട്ടിലും പല സാധനങ്ങൾക്കും അങ്ങനെ വില കുറവുണ്ട്. നമ്മളെ വീട്ടു സാധനങ്ങൾ, ഈ അലൂമിനിയം പാത്രങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇവിടെയാണ് നമ്മളെ കേരളത്തിനെക്കാട്ടിലും കുറച്ചും കൂടി വില കുറവ്. അങ്ങനെ കഥ പറഞ്ഞിരുന്ന ഞാൻ ഈ ക്യാരറ്റൊക്കെ മുറിച്ചെടുത്തിട്ടോ. ക്യാരറ്റ് മാത്രം തന്നെ ഉണ്ട് ഒരു ഉപ്പേരിക്ക്, പക്ഷേ ഞാൻ ക്യാരറ്റ് ഉപ്പേരി ആയിട്ടല്ല ഉദ്ദേശിക്കുന്നതുകൊണ്ട് ബാക്കി വന്ന ബീൻസും പിന്നെ ഒരു ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ഉപ്പേരീൻ്റെതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേ. ഇപ്പം സമയം 10:30 ആയിട്ടോ. നമ്മളെ ലഞ്ച് ഒരു ഭാഗത്തൂടി ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ ദിവസവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി അതൊക്കെ കഴിച്ചു വരാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിതിലിപ്പം ഓട്സും ചിയാ സീഡും പാലും കുറച്ച് വെള്ളവും പിന്നെ കടലയും കാരക്കയും ഒക്കെ ഇട്ട് വെച്ചതാണ്. ഞാൻ ഡെയിലി ഇതല്ല കേട്ടോ, ദിവസം ഇങ്ങനെ ഇതിൽ മാറ്റി കൊടുക്കും. ചിയാ സീഡും ഓട്സും എന്നും ഇടും, പിന്നെ അതിൽ ഇടുന്ന ബാക്കി സാധനങ്ങൾ ഞാനിങ്ങനെ മാറ്റി കൊടുക്കും. അപ്പം ഡെയിലി വേറെ വേറെ ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റുമാണ്, എനിക്കിഷ്ടമാണ്. ഇതാണ് ഡെയിലി കഴിക്കുന്നത്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ തിരിച്ച് വന്ന് നമ്മൾ ബാക്കി ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പിന്നെയും കടന്നു കേട്ടോ. ഉപ്പേരി ഞാൻ ആക്കി വെച്ച്, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉള്ളത് ഞാനെടുത്ത് മസാല തേച്ച് വെച്ച് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്, എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പിന്നെ മുന്നേ വെച്ച കുക്കറിൽ വെച്ച പരിപ്പ് ഇപ്പോഴേക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഇനിയൊന്ന് സെറ്റാക്കി എടുത്താൽ നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞ്. ഞാൻ പെട്ടെന്ന് പോയി ആ പരിപ്പും ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ച് പരിപ്പ് കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. ഈ പരിപ്പ് കറിയിൽ നോർത്ത് ഇന്ത്യക്കാർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും. ഒരിപ്പോൾ ഇങ്ങനെ ചപ്പാത്തീൻ്റെ കൂടെയും പിന്നെ ഈ ജീര റൈസിൻ്റെ കൂടെയൊക്കെ അല്ലേ ഇത് കഴിക്കുന്നത്. നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ മതിയേ. ഈ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിൽ എന്നോട് ചോറ് വെക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു പോയിന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി ചോറൊക്കെ വെച്ച് പൊരിക്കാനുള്ള ചിക്കനൊക്കെ വേഗം പൊരിച്ചെടുത്ത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. പുറത്ത് മീൻകാരൻ വന്നതാണ്. ഇവിടെയും കൊട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ മീനും കൊണ്ടൊക്കെ വരുവേ. നമ്മളെ നാട്ടിൽ പ്ലാസ്റ്റിക് കൊട്ടയിൽ ഇങ്ങനെ കൂക്കി വിളിച്ചൊക്കെ വരൂലേ, അതുപോലെ ഇവിടെയും വരും. മീൻകാരൻ്റെ കൂകിവിളിയൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തിയപ്പോഴേക്ക് അഭി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് ഇങ്ങോട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി ഭൈരവൻ വരും കേട്ടോ, എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അഭി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റി ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോയിരിക്കുകയാണേ. ഫുഡ് കഴിച്ച് ഞങ്ങൾ പുറത്തിരിക്കുമ്പോൾ എന്നും ഇത് പതിവാട്ടോ. ഞങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനും കൊടുക്കണം. കണ്ടില്ലേ 2 കാലിലൊക്കെ നിൽക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ. ഒരു ഉച്ച വരെയുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. കുക്കിങ്ങും ഫുഡടിയും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് വലിയ ആളും ബഹളവും ഒന്നുമില്ലാത്തൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബായ്.